നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെ ലൈംഗികാരോപണ കേസിൽ എങ്ങനെ പൂട്ടാമെന്ന് ക്രൈംബ്രാഞ്ച് അടക്കം തല പുകച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ഒരു നിർണായകമായ ഫോൺ സംഭാഷണവും വാട്സാപ്പ് ചാറ്റും ഒക്കെ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് രാഹുൽ തന്നെ ഗർഭധാരണം അല്ലെങ്കിൽ ഗർഭം ധരിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ചാറ്റും വാട്സാപ്പ് സംഭാഷണവും ഒക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. എന്തൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ്? തീർച്ചയായിട്ടും നമുക്കറിയാം, ഈ ഒരു വിഷയം അത് വലിയ രീതിയിലാണ് കോൺഗ്രസിനെ ആദ്യമൊക്കെ ബാധിച്ചത്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ CPM ഒക്കെ ഇതിനൊരു രാഷ്ട്രീയ ആയുധമായിട്ട് ആദ്യമൊക്കെ എടുത്തു. പക്ഷെ പിന്നീട് അവർ ഇതൊരു വലിയ വിഷയമാക്കി എടുക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ ഇത്രയും ഈ ഒരു വിഷയം അത് ഒരു രാഷ്ട്രീയ ആയുധമാക്കി എടുക്കേണ്ടതില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുന്നു. നിലപാടുകളിലൊക്കെ ഒരു അയവ് വരുന്നു. പിന്നീട് അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വേട്ടയാടൽ എന്ന രീതിയിൽ ഇപ്പോൾ ഇടതുപക്ഷമായാലും അത് സ്വീകരിച്ചിട്ടില്ല. പക്ഷെ പാലക്കാട്ടേക്ക് പോവുകയാണെങ്കിൽ അവിടെ DYFIയും BJPയും അടക്കമുള്ളവരെ ഒരു MLA എന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് ഈ ഒരു വിഷയത്തിന്മേൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. ഇത്തരത്തിലൊരു MLA ഞങ്ങൾക്ക് ആവശ്യമില്ല. മാത്രമല്ല ഈ MLA പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ MLA ഓഫീസ് കയറാനോ ഞങ്ങൾ അനുവദിക്കില്ല എന്നതടക്കമുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് DYFIയും BJPയും ഒക്കെ രംഗത്ത് വന്ന കാഴ്ച നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രതിഷേധങ്ങളെയും ആ ഒരു എല്ലാത്തിനെയും ആദ്യമൊക്കെ ഓടി വന്ന് ഓരോരോ പരിപാടി നടത്തിയിട്ട് MLA എന്ന രീതിയിൽ നടത്തിയിട്ട് ഓടിക്കളയും, അതായത് ഒളിച്ചു വന്ന് ചെയ്തു എന്നൊക്കെ രീതിയിൽ വിശേഷിപ്പിക്കാത്ത രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തിച്ചിരുന്നു. പക്ഷെ പിന്നീട് പരസ്യമായിട്ട് ഞാൻ ഇന്നെടുത്ത് വരുന്നുണ്ട്, നിങ്ങൾ വന്നോളൂ, ഇന്ന് വന്ന എല്ലാ പ്രതിഷേധക്കാരും അവിടേക്ക് വന്നോളൂ എന്ന് ചങ്കുറപ്പോടെ നെഞ്ചു വിരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അവരെ നേരിടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതുമാത്രമല്ല അതിനുശേഷം പിന്നീട് പരസ്യമായി തന്നെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല, ഈ MLA വേണ്ട എന്ന് പറഞ്ഞവർക്ക് മുന്നിലൂടെ തന്നെ MLA എന്ന രീതിയിൽ തൻ്റെ പ്രവർത്തനം മണ്ഡലത്തിൽ സജീവമായി തൻ്റെ പ്രവർത്തനമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ വീട് സ്മൈൽ ഭവന പദ്ധതി ആയാലും ഉദ്ഘാടനങ്ങളായാലും MLA എന്ന രീതിയിൽ ഒരു പതുക്കെ മണ്ഡലത്തിൽ സജീവമായി കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്ക് തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നു. ഈ തിരഞ്ഞെടുപ്പിലും പ്രതിഷേധങ്ങളൊക്കെ മറികടന്ന് തിരഞ്ഞെടുപ്പിൽ സജീവമാകുന്ന കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നു, ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളൊക്കെ പങ്കെടുക്കുന്നു. അങ്ങനെ പതുക്കെ സജീവമായിക്കൊണ്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ഒരു ഇടിവെട്ടേറ്റതുപോലെയാണ് ഇപ്പോൾ ഈ പുതിയ ചാറ്റുകൾ. ആ അതായത് താൻ ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞ പെൺകുട്ടിയുമായിട്ടുള്ള കൂടുതൽ ചാറ്റുകളും വോയിസും ഒക്കെ പുറത്തു വന്നിരിക്കുന്നത്. ശരിക്കും നടക്കുന്ന ഒരു ചാറ്റും ഒരു സംഭാഷണവുമാണ് അതിലുള്ളത്. അതിൽ പറയുന്നത്, എനിക്ക് നിന്നെ പ്രഗ്നൻ്റ് ആക്കണം, എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം, അപ്പോൾ ആ കുട്ടി അത് എനിക്ക് പിൽസ് ഉപയോഗിക്കണമെന്ന് പറയുന്നുണ്ട്, അപ്പോൾ വേണ്ട എനിക്ക് കുട്ടി വേണം എന്നതടക്കമുള്ള ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. അതായത് കുട്ടി വേണമെന്ന ലക്ഷ്യത്തോടെ അത്തരത്തിൽ ആ കുട്ടി വഴങ്ങണം, ആ പെൺകുട്ടി വഴങ്ങണം എന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിനുശേഷം അതായത് പിന്നീട് കുട്ടി വേണമെന്ന് പറഞ്ഞ് തന്നെ ആ ഗർഭിണിയാക്കുകയാണ്. അതിനുശേഷം ആ കുട്ടിയെ കളയാൻ പറയുന്നതും അല്ലെങ്കിൽ അബോർഷൻ ചെയ്യാൻ പറയുന്നതും രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ശേഷം അല്ലെങ്കിൽ ആ ഒരു സമയത്തൊക്കെ പെൺകുട്ടി എനിക്ക് വയ്യാണ്ടിരിക്കുകയാണ്, എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഛർദ്ദിക്കാൻ വരികയാണ്, അമ്മയെ കാണുമ്പോൾ എനിക്ക് വിഷമം വരുന്നുണ്ട്, അപ്പോൾ ഞാൻ വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു ഓഡിയോ ആണ് പിന്നീട് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ രാഹുൽ തെറി വിളിക്കുന്നുണ്ട്, നീ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിന് ഇന്നുകൊണ്ട് ലോകം അവസാനിക്കുമോ, നാളെ എന്നൊരു ദിവസമില്ലേ, താൻ എന്തിനാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന രീതിയിൽ വളരെ മോശമായിട്ട് ആ പെൺകുട്ടിയോട് സംസാരിക്കുകയാണ്. അപ്പോൾ പെൺകുട്ടി പറയുന്നു, രാഹുൽ നിങ്ങൾ ഒരുപാട് മാറിപ്പോയി, നിങ്ങളല്ലേ നമുക്ക് ഒരു കുട്ടി വേണമെന്ന് പറഞ്ഞത്, ഞാനാണോ നിർബന്ധിച്ചത് കുട്ടിക്ക് വേണ്ടിയിട്ട്, നിങ്ങൾ നിർബന്ധിച്ചിട്ടല്ലേ കുട്ടി എന്ന രീതിയിലേക്ക് ഞങ്ങൾ എത്തിയത് എന്നൊക്കെ പറഞ്ഞ്, അതായത് മറ്റേ ഓഡിയോയ്ക്ക് കൂടുതൽ ബലം നൽകുന്നു അല്ലെങ്കിൽ ആ ഒരു സംഭാഷണത്തിന് ബാക്കിയെന്നോ എന്ന രീതിയിലായിരിക്കാം ഈ ഒരു ഓഡിയോ ഒക്കെ പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും വാദങ്ങൾ ഉയരും, അത് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കില്ല. അപ്പോൾ ഈ പ്രധാനമായിട്ട് ഉയരുന്നൊരു വാദം, അങ്ങനെയെങ്കിൽ ആ പെൺകുട്ടിയോട് വരാൻ പറയൂ, രണ്ട് കൈയും കൂട്ടിയടിച്ചാലേ ശബ്ദം ഉണ്ടാകുകയുള്ളൂ, ആ പെൺകുട്ടിയോട് വരാൻ പറയൂ എന്ന പതിവ് മുറവിളികൾ വീണ്ടും ഉയർന്നു തുടങ്ങി. അപ്പോൾ മാത്രമല്ല ഇത് തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമായതുകൊണ്ടാണ് ഈ ഒരു ഓഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്, രാഷ്ട്രീയ ആയുധമാണ് എന്നൊക്കെ പറയുന്നവരുമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ എന്ന് പറയുന്ന ഈ ഓഡിയോ ക്ലിപ്പും ചാറ്റുകളും ഒക്കെ പുറത്തു വന്നിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിൽ
പ്രതികരണം മാധ്യമങ്ങൾ എടുത്തിരുന്നു. പ്രതികരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. അതായത് എൻ്റെ ഓഡിയോ അല്ലെങ്കിൽ എൻ്റെ ചാറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഓരോന്ന് പുറത്തു വിടുന്നു, നിങ്ങൾ തന്നെ സ്ഥാപിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചാറ്റ് പുറത്തു വന്നു, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഡിയോ പുറത്തു വന്നു, നിങ്ങൾ തന്നെ സ്ഥാപിക്കുകയാണ്. അപ്പോൾ പിന്നെ എനിക്കൊന്നും പറയാനില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണം. മാത്രമല്ല ഇനി കോടതി എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ, കോടതിയിലാണ് താൻ വിശ്വാസം അർപ്പിക്കുന്നതെന്ന് രാഹുലിൻ്റെ പ്രതികരണവും വന്നിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി തന്നെ ഒരു ചോദ്യമുണ്ടായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം. ഇപ്പോൾ നിലവിൽ പാലക്കാട് നഗരസഭയൊക്കെ ഭരിക്കുന്നത് BJP ആണ്. BJPയുടെ കയ്യിൽ നിന്നും ആ ഒരു ഭരണം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം കോൺഗ്രസിനുണ്ടായിരുന്നു. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണങ്ങൾ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദങ്ങൾ ഈ തിരഞ്ഞെടുപ്പിനെ പാലക്കാട് കോൺഗ്രസിനെ ബാധിക്കുമോ എന്ന ചോദ്യങ്ങളൊക്കെ ശക്തമായിരിക്കുന്നതിനിടയിലായിരുന്നു അത് ഒരുവിധം ഒന്ന് ഒതുങ്ങി വന്നപ്പോൾ വീണ്ടും അത് കുനിമേ കുരു കുരുമേ പരു എന്ന് പറയുന്ന രീതിയിലേക്ക് വീണ്ടും ഒരുപാട് ചാറ്റുകളും വീണ്ടും ഒരുപാട് സംഭാഷണങ്ങളും പുറത്തേക്ക് വരികയും വീണ്ടും ഈ വിഷയം ഒരു ചർച്ചാ വിഷയമാവുകയും ചെയ്യുകയാണ്. അപ്പോൾ പാലക്കാട് കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ, വേണമെങ്കിൽ അവർക്ക് ശക്തമായ ഒരു ആയുധമായിട്ട് തന്നെ എടുക്കാം. ശബരിമല വിഷയം വന്നപ്പോഴും രാഹുലിനെ അറസ്റ്റ് ചെയ്യുവാനുള്ള കുറച്ച് നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. അന്ന് പക്ഷേ ആ അറസ്റ്റ് ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും അതൊക്കെ വളരെ ഈസിയായി തന്നെ രാഹുൽ കൈകാര്യം ചെയ്തൊരു നിലയിലേക്ക് മാറിയിരുന്നു. അപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ശബരിമല വിഷയത്തിൽ പല പ്രമുഖരും ഒക്കെ അറസ്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അത്തരത്തിലുള്ള വിവാദങ്ങളെയൊക്കെ മറികടക്കുവാനായിട്ട് വീണ്ടും CPM ഇത്തരത്തിലുള്ള കുറച്ച് പഴുതുകളൊക്കെ വീണ്ടും പുറത്തേക്ക് ഇടുന്നതാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. കാരണം രാഹുലിൻ്റെതാണ് ഈ ഓഡിയോ എന്ന നമുക്ക് അതിന്റെ ആധികാരികത എത്രയുണ്ടെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ഇത് ആരെങ്കിലും ക്രിയേറ്റ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ യഥാർത്ഥ ഓഡിയോ ആയിരിക്കാം. എങ്കിൽ പോലും അതിന്റെ ഒരു വിശ്വാസ്യത എന്ന് പറയുന്നത് അത് രാഹുൽ അല്ലെങ്കിൽ ആ പെൺകുട്ടി മുന്നിൽ വന്ന് പറയണം അത് യഥാർത്ഥത്തിലുള്ള ആ ഒരു ഓഡിയോ ആണെന്നുള്ളത്. നമുക്ക് എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഇവിടുത്തെ ആ പെൺകുട്ടിയെ സംരക്ഷിക്കുക എന്നത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ആ പെൺകുട്ടിയെ വെളിയിലോട്ട് കൊണ്ടുവന്നാൽ അവളുടെ ഐഡന്റിറ്റി എങ്ങാനും പുറത്തു വന്നാൽ പിന്നെ വച്ചേക്കില്ല ഇവിടുത്തെ സൈബർ വീരന്മാരെ. ഉറപ്പായിട്ട് ആ പെൺകുട്ടിയെ തേജോവധം ചെയ്യും. ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി പുറത്തു വന്നാൽ അവളെ വല്ലാത്ത രീതി, ഇപ്പോൾ തന്നെ നമുക്കറിയാം, അവളെ കാണാതെ തന്നെ അവളെ പച്ചയ്ക്ക് വാക്കുകളിലൂടെ വലിച്ചു കീറുന്ന ഒരുപാട് പേരെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ അടക്കം കാണാവുന്നതാണ്. ഇനി ആ പെൺകുട്ടി ഐഡന്റിറ്റി, ആ പെൺകുട്ടി നേരിട്ട് വന്നത് എന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ആ പെൺകുട്ടിയെ കണ്ടെത്തി രാഹുലിനെതിരെ മൊഴി നൽകണമെന്ന് പറഞ്ഞു. പക്ഷെ ആ പെൺകുട്ടി താല്പര്യമില്ല ആ കുട്ടിക്ക്. കാരണം ഇത് എന്തൊക്കെ പറഞ്ഞാലും രണ്ടുപേരും പരസ്പര സമ്മതത്തോടെ നടന്ന കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരാൾ മാത്രം കുറ്റക്കാരനാക്കാൻ ആ കുട്ടിക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും ആ കുട്ടി പരാതിയില്ല അല്ലെങ്കിൽ രാഹുലിനെ കൊടുക്കുക അല്ലെങ്കിൽ രാഹുൽ ഇതിലൊരു തെറ്റുകാരനാകുന്ന രീതിയിലുള്ള നീക്കം ആ പെൺകുട്ടി നടത്താതിരുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഓരോരോ സംഭാഷണങ്ങൾ പുറത്തു വരുന്നതും അത് പുറത്ത് വിടേണ്ട സമയത്ത് തന്നെ വിടുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള കളി ഇതിന് പിന്നിൽ നടക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇവിടെ തീർച്ചയായിട്ടും ഒരു പെൺകുട്ടിയുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ഒരു അവസ്ഥ കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും കോൺഗ്രസ് എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ പോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയൊരു ആശങ്കയാണ് ഉടലെടുക്കുന്നത്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഒരു വിധത്തിൽ ഷാഫി പറമ്പിലിന്റെ ഇടപെടലൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ ഈ ഒരു വിഷയത്തിലൊക്കെ പ്രത്യേകിച്ച് VD സതീശൻ ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിട്ട മട്ടിലാണ്. നമുക്കറിയാം പല സന്ദർഭങ്ങളിൽ പൊതുവേദികൾ, ഇപ്പോൾ ആശമാർ സമരവേദിയിൽ രാഹുൽ എത്തിയപ്പോൾ പോലും VD സതീശൻ വൈകിയാണ് അവിടേക്ക് വരുന്നത്. അപ്പോൾ തുടക്കം മുതൽ തന്നെ VD സതീശൻ സ്വീകരിച്ച നിലപാട് അതിന് ഒരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല. അതിനിടയിൽ കൂടുതൽ സംഭാഷണം കൂടി പുറത്തു വരുന്നു. അപ്പോൾ ഇനി എന്തായിരിക്കും VD സതീശൻ അടക്കമുള്ള പ്രതികരണം? ഷാഫി പറമ്പിൽ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കും? എങ്ങനെയാണ് കോൺഗ്രസ് ഈ കൂടുതൽ ഇത് വന്നപ്പോൾ അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ പോകുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ശക്തമാവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഫോൺ സംഭാഷണത്തിന്റെ ഒരു പൂർണ്ണ രൂപം ഒന്ന് വായിക്കാം അല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് അപ്പോൾ നാളെ ഹോസ്പിറ്റലിൽ പോകും എന്ന ഒരു കണ്ടിന്യൂഷൻ ഇല്ലാത്ത രീതിയിലാണ്. അപ്പോൾ പെൺകുട്ടി ഡോക്ടറെ അറിയാം, അമ്മയ്ക്കൊക്കെ അറിയാവുന്ന ഡോക്ടറാണെന്നും എനിക്കൊരു പേടിയുണ്ട് അവിടേക്ക് പോകാനെന്നും പറയുന്നുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ പെൺകുട്ടി എനിക്ക് ആകെ വയ്യാതിരിക്കുക, എനിക്ക് വോമിറ്റിംഗ് ഉണ്ട്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് എന്ന് പറയുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മറുപടി, എൻ്റെ പൊന്നു സുഹൃത്തെ, താൻ ആദ്യം ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കൂ, എനിക്ക് ഈ ഡ്രാമ കാണിക്കുന്നവരെ ഇഷ്ടമേ അല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറയുന്നു. അപ്പോൾ പെൺകുട്ടി എന്ത് ഡ്രാമ എന്നാണ് പറയുന്നത്? എനിക്ക് വയ്യാതിരിക്കുകയാണ്, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, എനിക്ക് വീട്ടിൽ പോയിട്ട് അമ്മയെ കണ്ടിട്ട് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മറുപടി, നിന്റെ ഈ ഒരു തെറി പറഞ്ഞിട്ട് ആ വർത്താനം ഒന്ന് ആദ്യം നിർത്തൂ. അപ്പോൾ പെൺകുട്ടി പറയുന്നു, എനിക്കിത് ചെയ്യാൻ വയ്യ.
അപ്പോൾ രാഹുൽ മങ്കുടത്തിൽ പറയുന്നത്, ഞാൻ നിന്നോട് കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഇന്നുകൊണ്ട് ലോകം അവസാനിക്കാൻ പോവുകയല്ലോ എന്നാണ്. എനിക്കൊരു അല്പം സമയം എന്താ എന്നല്ലേ, പിന്നെ 3 ദിവസമായിട്ട് പ്രശ്നമൊന്നുമില്ല, നീ നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട്, പിന്നെ ഇപ്പോൾ ചോദിച്ചപ്പോൾ മാത്രം നിനക്ക് ചൂട് വന്നത് എന്തിനാന്ന് രാഹുൽ ചോദിക്കുന്നു. അപ്പോൾ പെൺകുട്ടിയുടെ മറുപടി, എനിക്ക് വയ്യാഞ്ഞിട്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത്, എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, എന്താ പറയാൻ സ്മെല്ലൊന്നും അത്രയ്ക്ക് പിടിക്കുന്നില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എനിക്കിത് ആരോടും പറയാനൊന്നും പറ്റുന്നില്ല എന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്, നീ ഈ ഡ്രാമ ഒന്ന് നിർത്ത്, ഈ 1-ാം മാസത്തിൽ എന്തൊക്കെയോ ഉണ്ടാവുക എന്ന് നമുക്കൊക്കെ അറിയാവുന്നതല്ലേ, ചുമ്മാ അങ്ങ് ഡ്രാമ കാണിക്കുകയാണ്. അപ്പോൾ പെൺകുട്ടി പറയും, നിങ്ങൾ കുറേ പേരെ കണ്ടിട്ടുണ്ടാകും, എനിക്ക് എൻ്റെ കാര്യമേ അറിയൂ, ആദ്യത്തെ മാസം അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന്. അപ്പോൾ രാഹുൽ പറയുന്നത്, താൻ ആദ്യം ഹോസ്പിറ്റലിൽ പോകും എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങളെന്നും. അപ്പോൾ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഒരു മാറ്റം വരുന്നത്, ഇത് ആരുടെ പ്ലാനായിരുന്നു, എൻ്റെ പ്ലാനാണോ, ആർക്കാണ് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാനാണോ, പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ലാസ്റ്റ് മൊമെന്റ് ഇങ്ങനെ മാറുന്നത്, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ കൊല ചെയ്യുന്നത് എന്ന് ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതെന്ന് കരുതുന്ന സംഭാഷണത്തിൽ പറയുന്നത്, നീ മാനേജ് ചെയ്യുന്നുണ്ടോ, മാനേജ് ചെയ്തോ, എനിക്കിതിൽ ഒരു ഇഷ്യൂ ഇല്ല എന്നാണ്. അപ്പോൾ പെൺകുട്ടിയുടെ മറുപടി, എന്തിനാണ് കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്കല്ലേ ഇതിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പെൺകുട്ടിയുടെ മറുപടി. അപ്പോൾ രാഹുൽ പറയുന്നത്, അല്ല നിനക്കില്ലാത്ത പ്രശ്നം എന്താ എനിക്കെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെൺകുട്ടി പറയുന്നത്, ആരുടെ സഹായമില്ലാതെ, ഒരു മനുഷ്യന്റെ സഹായമില്ലാതെ ഇത് ചെയ്തു തരുമെന്ന് തോന്നുന്നില്ല എന്നാണ്. അതായത് അബോർഷനെ പറ്റിയിട്ടായിരിക്കാം സംസാരിക്കുന്നത്. അപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിൽ, നീ ആദ്യം ഹോസ്പിറ്റലിലേക്ക് പോകൂ, അവരൊറ്റയ്ക്ക് പറ്റില്ല എന്ന് പറയില്ലല്ലോ, തീർച്ചയായിട്ടും അബോർഷനെ പറ്റി, അബോർഷൻ ചെയ്യാൻ പോകൂ എന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ പെൺകുട്ടി പറയുന്നത്, എനിക്കറിയില്ല, നിങ്ങൾ ഒരുപാട് മാറിപ്പോയി, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിൽ മറുപടി, ഇനി ഹോസ്പിറ്റലിൽ പോകാൻ ആരുടെ സഹായമാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പെൺകുട്ടി പറയുന്നു, വേണ്ടാന്നാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കത് വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പ്ലാൻ തന്നെ ആയിരുന്നില്ലേ. അപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിൽ പിന്നെ അതടക്കമുള്ള ഒരു ഒഴുക്കമട്ടിലുള്ള മറുപടി. അപ്പോൾ ഇതിപ്പോൾ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് എങ്കിൽ പോലും രാഹുൽ മങ്കൂട്ടത്തിൽ ആരാണ് എന്നത് ഇവിടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആളൊരു MLA ആണ്, ഒരു രാഷ്ട്രീയ നേതാവാണ്, ഒരു നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടുന്ന ഒരു വ്യക്തി. ഒരു പെൺകുട്ടിയുടെ കണ്ണീര് കുടിപ്പിച്ചാൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കും, അത് രാഹുലാണെന്ന് ഉറപ്പിച്ചില്ലല്ലോ, നിങ്ങൾ തന്നെ അങ്ങ് ഉറപ്പിക്കുകയാണോ എന്നൊരു ചോദ്യം വരും. തീർച്ചയായിട്ടും രാഹുൽ മങ്കൂട്ടത്തിൽ ഇതുവരെ അത് തള്ളി പറഞ്ഞിട്ടില്ല. കോടതി നോക്കിക്കോളും, അല്ലെങ്കിൽ നിങ്ങൾ അത് ഞാനാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ എന്ത് പറയാനാ എന്ന് മറുപടി ഒരിക്കലും അത് തള്ളി പറയുന്നില്ല, അത് എന്റേതല്ല എന്ന് രാഹുൽ പറയുന്നില്ല. അല്ലെന്നും പറയുന്നില്ല. അപ്പൊ അത്രയും ഒരു 2 തരത്തിലുള്ള മറുപടി ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കും സംശയങ്ങൾ ഉണ്ടാകാം. എന്തായാലും ഈ ഒരു ഇത്രയൊക്കെ വന്ന് അന്വേഷണം പുരോഗമിക്കട്ടെ, നമുക്ക് കൂടുതലൊന്നും പറയാനില്ല അല്ലേ. എന്തായാലും പുറത്തു വന്ന ശബ്ദരേഖ പ്രകാരം ഇതിൽ പറയുന്ന ആൾ യുവതിയോട് ഗുരുതരമായ കുറ്റം ചെയ്തു എന്നത് വ്യക്തമാണ്. അപ്പോൾ ഈ യുവതി മൊഴി നൽകാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ ഈ കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കുകയും അത് രാഷ്ട്രീയപരമായിട്ട് ഭയങ്കര തിരിച്ചടി നേടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമായതുകൊണ്ട് കോൺഗ്രസിന് അത്, പ്രത്യേകിച്ച് പാലക്കാട് കോൺഗ്രസിന് അത് എങ്ങനെ ബാധിക്കും എന്നത് ഒരു ചോദ്യം തന്നെയാണ്. ഇനി എങ്ങനെയാണ് എതിർവശം ഇതിനെ, നേരത്തെ നമുക്കറിയാം DYFI BJPക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് രാഹുലിനെതിരെ ഉയർത്തിക്കൊണ്ടിരുന്നത്. അവരിത് വീണ്ടും ഏറ്റെടുക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടു തന്നെ അറിയാം.